ഇതാണ് ബംഗാളിൽ സംഭവിച്ചത്. പാർട്ടി ഭരണവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പാർട്ടി നടത്തുന്നത് സർക്കാർ നടത്തുന്നത് ഒരേ രീതിയാണ്. ഈ അപജയമാണ് ബംഗാളിൽ അവർക്കൊന്നും അല്ലാതായി തീർന്നത്. ഇതുപോലെ ഒരു പ്രവർത്തനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഹൈക്കോടതിയുടെ തീരുമാനം വളരെ സമയോചിതമാണ്. ഹൈക്കോടതി സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷേ സർക്കാരിന് മാത്രം ഇതുവരെയും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പല രീതിയിലാണ് അതിനെതിരെ ഒരു പ്രചരണം. സർക്കാരിന് ഇപ്പം ഒരു കാര്യത്തിലും കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ വെട്ടിച്ചിരിക്കുകയാണ് ഇവിടെ. എന്നോട് സർക്കാരിന് കണ്ണ് കാണാൻ വയ്യ. ഈ വെട്ടിപ്പ് നടത്തിയ ആളുകൾക്ക് നേതൃത്വം കൊടുത്തത് ദേവസ്വം മന്ത്രിയാണ്. മന്ത്രി മറുപടി പറയണം. ഇപ്പം ദേവസ്വം മന്ത്രിയാണ് മുമ്പിൽ നിന്നെല്ലാം ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയും എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന്. 7 കോടി രൂപ മുടക്കി ഒരു ദിവസത്തെ പരിപാടി നടത്തിയെന്നാണ് പറയുന്നത്. ആ പരിപാടി നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. ആരാണ് ഉണ്ടായിരുന്നത്? പാവപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാരെ പോലീസ് പിടിച്ചുകൊണ്ട് വന്ന മുമ്പിൽ ഇരുത്തുക ചെയ്തത്. അവർ വിചാരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരികയെന്ന്. പാവങ്ങൾ പേടിച്ച് അവിടെ വന്നിരിക്കുക ചെയ്തത്. അവരായിരുന്നു ഓഡിയൻസ്. അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ കഴിക്കാൻ ആളില്ലായിരുന്നു. അവസാനം വെട്ടി മൂടുക ചെയ്തത്. ഈ കേരളത്തിലെ ജനങ്ങളുടെ പണമാണ് ഇതിനൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ ആഗോള സംഗമത്തിൻ്റെ കണക്കിനെ സംബന്ധിച്ച് ശരിയായ ചെലവിനെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തണമെന്ന്. അതിനും ഗവൺമെൻറ് തയ്യാറല്ല. ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ മുഖ്യമന്ത്രി തൻ്റെ മൗനം വെടിയണം. മുഖ്യമന്ത്രിക്ക് ഒരു അന്തസ്സുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് കൊടുക്കാൻ തയ്യാറാകണം. നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് പുതിയ അഫിഡവിറ്റ് കൊടുക്കാൻ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. തൻ്റെ ഇടമുണ്ടോ കൊടുക്കാൻ? കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പം രാജീവ് പറഞ്ഞാൽ സമയമായില്ലല്ലോ എന്ന്. സമയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ചല്ലോ. ആ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. ഞങ്ങളേതായാലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിൽ ഉറച്ചു നിൽക്കുന്നു. യുവതികളെ ശബരിമലയിൽ കയറ്റാൻ പാടില്ല, അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടോ അത് തിരുത്തി കൊടുക്കാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അപ്പോൾ വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ്. അത് നടക്കില്ല. വിശ്വാസ സമൂഹം അതിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയമാണ്. എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിൽ 2 കാര്യങ്ങളാണ്. അത് ഒന്ന്, ഈ ഇതര സംസ്ഥാനക്കാരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതും കഴിഞ്ഞ ദിവസം ഒരു പെൻഷൻ നൽകിയത് അത് തനിക്ക് നൽകിയിട്ട് തിരിച്ച് കൊടുപ്പിച്ചതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു PR വർക്കാണോ ഇതിലെല്ലാം? അയ്യോ, വല്ല സംശയമുണ്ടോ? PR കൊണ്ട് ഇപ്പം നടക്കാൻ വയ്യാതായിട്ടുണ്ട്. ഇപ്പം PRൻ്റെ കളിയാണ്. എന്നാലും ഇങ്ങനൊരു അബദ്ധം ഗോവിന്ദൻ മാസ്റ്റർക്ക് പറ്റിയല്ലോ എന്നുള്ളതിൽ എനിക്ക് സഹതാപമുണ്ട്. ആ പെൻഷൻ്റെ കാര്യം കേട്ട ആളുകൾ വീട്ടിൽ നിന്ന് ചിരിക്കുകയാണ് എല്ലാവരും. ആരാണ് ഈ നികേഷ് കുമാർ? ആരാണ്? എനിക്കറിയില്ല. അങ്ങനെ രാഷ്ട്രീയ നേതാവായ നികേഷിനെ എനിക്കറിയില്ല. അങ്ങനെ ആളുണ്ടാകും. പത്രപ്രവർത്തകനായിരുന്ന ആളിനെ അറിയാമായിരുന്നു എനിക്ക്. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയണം. അന്ന് പത്രപ്രവർത്തകനായിരുന്നുകൊണ്ട് പറഞ്ഞ പല കാര്യങ്ങളും നികേഷ് ഇപ്പോഴും ഓർക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ആ പഴയ ഞങ്ങളുടെ കയ്യിലുണ്ട് പഴയ കാര്യങ്ങളെല്ലാം. അതിലേക്കൊന്നും ഞാൻ വ്യക്തിപരമായി ഞാനൊന്നും പറയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.